ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിൻ്റെ സീക്രട്സ് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ എക്സ്പേർട്സ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ ഇത്രയധികം റിസൾട്ട് ആളുകൾക്ക് കിട്ടാനുള്ള കാരണം? എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ഓരോ ആക്ഷൻസും എടുക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഗോൾ കാർഡുണ്ട്. ഓക്കെ, ഷോർട്ട് ടൈം ഗോൾ കാർഡ്, അതുപോലെ ലോങ് ടൈം ഫോർമാറ്റുള്ളൊരു ഗോൾ കാർഡ്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതെൻ്റെ മെൻറ്ററുടെ കയ്യിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഓക്കെ, നമ്മൾ എത്ര രൂപയാണ് അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ ഒരു 1 ഇയർ ഗോള്, ഒരു 3 ഇയർ ഗോള് റെഡിയാകും. ഇത് രാവിലെ ആകുമ്പോഴേക്കും ഈ ഗോൾ കാർഡ് എല്ലാ ദിവസവും വായിക്കാൻ പറയും കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനോട്. ഓക്കെ, ഒന്നാമത്തെ സീക്രട്ട്. 2, എല്ലാ ദിവസവും ഗോള് എഴുതാൻ പറയും. കാരണം നമുക്ക് അതായത് ഗോൾ എഴുതുന്നതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് ഈ ഒരു കോച്ചിങ് മേഖലയിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് എത്രമാത്രം സീരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. അതാണ് രണ്ടാമത്തെ സീക്രട്ട്. എല്ലാ ദിവസവും 2 പേജ് ഗോൾ രാവിലെയും എഴുതുക, വൈകിട്ട് എഴുതുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതെന്തിനാണ് ഇത് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ നോർമൽ ആളുകളാണല്ലേ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വളരെ സാധാരണക്കാരാണ്, നോർമലി ചിന്തിക്കുകയും ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്കൊരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ ബിസിനസ്സുകാരനായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് ഗോൾ, കൃത്യമായിട്ട് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളത് ഗോളുകളാക്കി എഴുതണം. അത് ഗോൾ എഴുതുന്നതിൻ്റെ രീതി എങ്ങനെയാണത്? പ്രസൻറ്റ് ടെൻസിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ പല കാര്യങ്ങളും ഡെയിലിയുള്ള ഗോൾ റൈറ്റിങ്ങിലൂടെയാണ് പല കാര്യങ്ങളും അച്ചീവ് ചെയ്തത്. എൻ്റെ കമ്മ്യൂണിറ്റിയുള്ള മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അച്ചീവ് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ 1 ഗോൾ കാർഡ്, 2 ഗോൾ റൈറ്റിങ്, 3 സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നൊരു ഓഡിയോ ഉണ്ട്. അത് ഏൾ നൈറ്റിംഗേലാണത് അതിൻ്റെ ഓഡിയോ പറഞ്ഞിരിക്കുന്നത്. 32 മിനിറ്റോളമുള്ള ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ആണ്. ഇതിൻ്റെ ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ധാരാളം ട്രെയിനേഴ്സ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പം വലിയ വലിയ ട്രെയിനിങ്ങിലൂടെ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ഈ ഒരു ഓഡിയോ കേൾക്കുന്നതിലൂടെയാണ്. കാരണം ഒരുപാട് പോയിൻറ്റ്സ്, 6 പോയിൻ്റ് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ആ പോയിൻ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം 3 ഇനി 4ാമത്തെ കാര്യമാണ്, നമുക്ക് ആക്ഷൻ ടേക്കേഴ്സിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ്. അത് ഓരോ 5 ദിവസം എടുക്കേണ്ട ആക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ടാസ്ക് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആളുകളെ ഇത് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ആക്ഷൻ ടേക്കേഴ്സുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം? മനുഷ്യരെല്ലാവരും മടിയന്മാരാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ആണെങ്കിലും എല്ലാവരും മടിയന്മാരാണ്. ഇത്ര വലിയ കഴിവുള്ള വ്യക്തിയാണെങ്കിലും മനുഷ്യന് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഒരു ഉഴപ്പാനുള്ള ടെൻഡൻസി വരും, അല്ലേ? ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തൊരു മാസ്റ്റർ മൈൻഡ് രൂപീകരിച്ച് എല്ലാവരും ഒരുപോലെ വിജയിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ഡെഡ് ലൈനൊക്കെ ഇട്ടിട്ട് ഇന്ന ദിവസം കൊണ്ട് ഇന്ന കാര്യം ചെയ്തു തരണം. ഫോർ എക്സാമ്പിൾ 5 ദിവസം കൊണ്ട് 2 യൂട്യൂബ് വീഡിയോ പബ്ലിഷ് ചെയ്യുക. അതൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഡെയിലി ബേസിൽ രാവിലെ ഉച്ചയ്ക്കും പോയിട്ടും ഈ ഗ്രൂപ്പിൽ എൻഗേജ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകും. തീർച്ചയായിട്ടും അവരത് അച്ചീവ് ചെയ്യും. ഓക്കെ, ഇതാണ് അടുത്തത്. നെക്സ്റ്റ് എന്നുള്ളത് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ ഞാൻ എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിലെ സ്റ്റുഡൻസിനോട് എൻഗേജ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റാണ് കമ്പയർഡ് ടു അതേഴ്സ്. ഞാൻ വളരെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് നിന്നുണ്ട്. അല്ല, ഞാൻ വലിയ ട്രെയിനറാണെന്ന് പറഞ്ഞിട്ട് നിൽക്കാറില്ല. ഞാൻ അവരുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തിനോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് ആ രീതിയിലാണ് എല്ലാവരും പേഴ്സണലി സംസാരിക്കും. അതുപോലെ കമ്മ്യൂണിറ്റിക്കകത്താണെങ്കിലും ആ രീതിയിലുള്ളൊരു ഫൺ മോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗെയിമിഫിക്കേഷൻ പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിലെ സീക്രട്ട്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിജിറ്റൽ ഇന്നോവേഷൻ പാത്ത് വേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മേജർ സീക്രട്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്കൊക്കെ വലിയ രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.